തൊണ്ടിമുതൽ തിരിമറി കേസിലെ ആന്റണി രാജുവിന്റെ അപ്പീലിൽ തപ്പിത്തടഞ്ഞ പ്രോസിക്യൂഷൻ. വിചാരണ കോടതി കണ്ടെത്തിയ തെളിവുകൾ ഹൈക്കോടതിയിൽ വിശദീകരിക്കാനായില്ല. അഭിഭാഷകൻ കക്ഷിക്ക് വേണ്ടി ജോലി ചെയ്തു എന്നതിനപ്പുറം എന്താണ് കുറ്റകൃത്യമെന്ന് സിംഗിൾ ബെഞ്ച് ചോദിച്ചു. മറുപടി നൽകാൻ പ്രോസിക്യൂഷൻ സാവകാശം തേടിയിരിക്കുകയാണ്. അപ്പീൽ മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. കുറ്റക്കാരനെന്ന വിധി സ്റ്റേ ചെയ്യണമെന്ന ആന്റണി രാജുവിന്റെ അപ്പീലിൽ പ്രോസിക്യൂഷനോട് ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ ഇങ്ങനെ: ആരാണ് തൊണ്ടിമുതലിൽ മാറ്റം വരുത്തിയത്? മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ച അടിവസ്ത്രം തിരിച്ചു നൽകാൻ മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകിയോ? ജൂനിയർ അഭിഭാഷകനായ ആന്റണി രാജു തൊണ്ടിമുതൽ വാങ്ങി നൽകിയത് കക്ഷിക്ക് വേണ്ടിയല്ലേ? അഭിഭാഷകൻ കക്ഷിക്ക് വേണ്ടി ജോലി ചെയ്തു എന്നതിനപ്പുറം എന്താണ് കുറ്റകൃത്യമെന്നും ഹൈക്കോടതിയുടെ ചോദ്യം. ആന്റണി രാജുവാണ് തൊണ്ടിമുതലിൽ കൃത്രിമത്വം കാട്ടിയത് എന്നതിന് എന്താണ് തെളിവ്? ആന്റണി രാജു കുറ്റം ചെയ്തുവെന്ന കണ്ടെത്തലിലേക്ക് മജിസ്ട്രേറ്റ് കോടതി എങ്ങനെ എത്തി? കേസിലെ സാക്ഷിയായി ഓസ്ട്രേലിയൻ പൗരനെ വിസ്തരിച്ചോ എന്നതിലും പ്രോസിക്യൂഷൻ വ്യക്തത വരുത്തണം. ഓസ്ട്രേലിയൻ പൗരനിൽ നിന്ന് കണ്ടെടുത്ത 2 അടിവസ്ത്രങ്ങളിൽ ഏതാണ് തിരികെ കൊണ്ടുപോയത്? ഏതിലാണ് മാറ്റം വരുത്തിയതെന്ന് തിരിച്ചറിഞ്ഞോ എന്നും പ്രോസിക്യൂഷനോട് ഹൈക്കോടതിയുടെ ചോദ്യം. ഹൈക്കോടതിയുടെ ചോദ്യങ്ങളിൽ കൃത്യമായി മറുപടി നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. മറുപടിക്കായി പ്രോസിക്യൂഷൻ 2 ദിവസം സാവകാശം തേടി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആന്റണി രാജുവിന്റെ വാദത്തെ പ്രോസിക്യൂഷൻ എതിർത്തു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മൗലികാവകാശമല്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നത് ശിക്ഷാവിധി മരവിപ്പിക്കാനുള്ള പ്രത്യേക സാഹചര്യമല്ലെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.